തലമുറകൾ കൈമാറി വന്ന ആയുർവേദത്തിൻ്റെ ഒരു അത്ഭുത ഇടം. അത് പത്മനാഭൻ്റെ നാട്ടിലാണ്. അനന്തംകാട്ടിൽ നിന്നും തിരുവനന്തപുരം തലസ്ഥാനമായി മാറി ഈ മണ്ണിൽ ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കലവറ കാത്തു സൂക്ഷിക്കുന്ന ഏതാണ്ട് 400-ന് മുകളിൽ ആയുർവേദ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന ചൈതന്യ ഹെർബൽസിൻ്റെ MD-യുടെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ പാരമ്പര്യമായിട്ട് ആയുർവേദ ഫീൽഡാണ്. 1930 പരമേശ്വരൻ വൈദ്യർ പുള്ളി ബർമയിൽ നിന്നാണ് ആയുർവേദം പഠിച്ചിട്ട് കേരളത്തിൽ വന്ന് 1930 നരുവമൂട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ശിവവിലാസം എന്നൊരു ചെറിയൊരു ആയുർവേദ വൈദ്യശാലയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാലാകാലങ്ങളിങ്ങനെ ഇരുന്നു. അതിനുപ്പൻ്റെ കാലത്തിന് ശേഷം, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തിന് ശേഷം അച്ഛൻ അത് ഏറ്റെടുക്കുകയും ചികിത്സയും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1998 ഞാൻ ഇങ്ങനെ സിദ്ധയുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ പ്രൊഡക്ഷനിലോട്ട് വന്നു. അങ്ങനെ 1998 ചൈതന്യ ഹെർബൽസ് എന്നൊരു ആയുർവേദ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട്. നമ്മളൊരു 2-3 സ്റ്റാഫുകളെ വെച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങിയത്. അന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം 430ഓളം പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഇരിക്കുന്ന സമയത്ത് തന്നെ കൂടുതലും അച്ഛനായിരുന്നു പിന്നിൽ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. മരുന്നുണ്ടാക്കാനും അന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് റോ മെറ്റീരിയലൊന്നും വാങ്ങാൻ കിട്ടത്തില്ല. എല്ലാം നമ്മൾ റോ മെറ്റീരിയലെല്ലാം കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോരോ ഏരിയയിൽ പോയിട്ട് അതിന് വേണ്ടുന്നുള്ള പച്ചിലകളായാലും മറ്റുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സാധാരണ രീതിയിൽ ഉരളിൽ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിനെ എണ്ണ കാച്ചി അല്ലെങ്കിൽ ലേഹ്യം ഉണ്ടാക്കി ഇങ്ങനെയുള്ള രീതിയായിരുന്നു പണ്ടത്തെ. അത് അപ്പൂപ്പൻ്റെ ഒരു പിന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കൂടുതൽ ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പിന്നെ അത് ചികിത്സാ രംഗത്തോട്ട് വരികയും പിന്നെ ചികിത്സയും അപ്പൻ്റെ കാലശേഷം ആ വൈദ്യശാല സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 1998 ഇങ്ങനെ ഒരു ചൈതന്യ ഹെർബൽസ് എന്നൊരു ചെറിയൊരു സ്ഥാപനം റെൻറ്റഡ് ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഊരട്ടമ്പലം ഗോവിന്ദമംഗലം എന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 2001 നമ്മൾ പുതിയ ഒരു സ്വന്തം സ്ഥലത്തോട്ട് മാറി. ഇപ്പോൾ 2017 വലിയൊരു ഫാക്ടറി ആയിട്ട് നമ്മൾ റിനോവേറ്റ് ചെയ്ത് ആണിപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.